ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരനും വനിതാ അറ്റൻഡർക്കും ഗുരുതര പരിക്ക്. കെ രാധാകൃഷ്ണൻ എംപിയുടെ ബന്ധുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ മാറ്റിടാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ആശുപത്രി സൂപ്രണ്ടടക്കം പോലീസിൽ പരാതി നൽകിയെങ്കിലും ചേലക്കര പോലീസ് ഒത്തുതീർപ്പാക്കി. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് പോലീസ് മാറിയത്? കെ രാധാകൃഷ്ണൻ എംപിയുടെ സഹോദരി ഭർത്താവിനെതിരെയാണ് ആരോപണം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം. ആശുപത്രിക്ക് മുന്നിൽ ഇവർ എത്തി ഒരു വാഹനം ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുകയായിരുന്നു. ഇത് മാറ്റിയിടാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അറ്റൻഡറും ആവർത്തിച്ച് പറഞ്ഞതും ഒച്ചത്തിൽ പറഞ്ഞതുമാണ് പ്രകോപനം. തുടർന്ന് രാധാകൃഷ്ണന്റെ ബന്ധു ഇവരെ ആക്രമിക്കുകയായിരുന്നു. തർക്കം ഒന്നിലേറെ തവണ തുടർന്നപ്പോൾ ഇയാളുടെ സുഹൃത്തുക്കൾ വരികയും അവരും ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. 2 ജീവനക്കാർക്കാണ് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. പിന്നീട് ഈ വിഷയം സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽ വരികയും ആശുപത്രി സൂപ്രണ്ടും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകുകയും രാധാകൃഷ്ണന്റെ ബന്ധുക്കളും തങ്ങൾക്ക് മർദ്ദനമേറ്റു എന്നറിയിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യമെത്തിയ. പരാതി പോലീസ് ഒത്തുതീർപ്പാക്കി എന്നാണ് ആരോപണം. 2 കൂട്ടരെയും പരാതി ഇപ്പോൾ വെളിച്ചം കാണുന്നില്ല. എന്തായാലും പ്രശ്നം പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നുണ്ട്. CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഈ ജീവനക്കാർക്ക് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരാതികളുമായി മുന്നോട്ട് പിന്നീട് പോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സംഭവത്തിൽ ആരോപണം വന്നിട്ടുള്ളത്. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്.